ഹലോ RRBയുടെ NTPC ജൂനിയർ എഞ്ചിനീയർ രണ്ട് പരീക്ഷകൾക്കുമായിട്ട് കെമിസ്ട്രി സബ്ജക്റ്റ് എങ്ങനെ പഠിച്ചു തുടങ്ങാം, എന്താണ് കെമിസ്ട്രിയുടെ ബേസിക് സിലബസ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ടോപ്പിക്കിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കിടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RRBയുടെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. NTPCയുടെ നോട്ടിഫിക്കേഷൻ കറൻ്റ്ലി ലൈവ് ആണ്. ഈ രണ്ട് പരീക്ഷകളും ഒരേ തരത്തിൽ തന്നെ നോൺ ടെക്നിക്കൽ പാർട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് തന്നെ സയൻസിനുള്ള ഇമ്പോർട്ടൻസ് ഒരുപാട് പേരും മനസ്സിലാക്കി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ ചോദിക്കുന്നുണ്ട് ക്ലാസ്സിനെ പറ്റി. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഫ്രീ ആയിട്ട് RRB NTPC JEEയുടെ എക്സ്പ്രസ് 2.0 എന്ന പേരിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് കെമിസ്ട്രി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് സീരീസ് ഇനിയും ഫോളോ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഈ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. നിങ്ങൾക്കുള്ള കമൻറ്റുകൾ, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ആ കമൻറ്റുകളായിട്ട് പറയുക. അപ്പോൾ അത് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത ക്ലാസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമൻറ്റുകളായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടോപ്പിക്കുകളാണ് എടുക്കാൻ പോകുന്നത്. ടോപ്പിക് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് കെമിസ്ട്രി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസിലെ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. അതിനുള്ള ആൻസേഴ്സുമായിട്ട് പല വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സ്റ്റേ ട്യൂൺഡായിട്ട് നിൽക്കുക. മറ്റുള്ള ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത്രത്തോളം ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ 2100ഓളം ക്ലാസ്സസ് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇത്രത്തോളം ക്ലാസ്സസ് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ചാനൽ റെക്കമെൻഡ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസും കൂടുതൽ കണ്ടൻസുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ കെമിസ്ട്രി നമുക്ക് RRB NTPC അതുപോലെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് സിലബസിൽ നിന്ന് തുടങ്ങാം. എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ. അപ്പം സിലബസ് പറയാം. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യത്തെ ടാസ്ക്കാണ്, ഫസ്റ്റ് ടാസ്ക്. നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം ജസ്റ്റ് സിലബസ് മാത്രം കവർ ചെയ്താൽ ഒരു കാരണവശാലും നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യണമെന്നില്ല. ആദ്യം നമ്മൾ കവർ ചെയ്യേണ്ടത് സിലബസ് ആണ്. അതായത് ബേസിക് ഓർഡറിൽ നമുക്ക് ആ ടോപ്പിക്കുകളൊന്ന് കവർ ചെയ്യണം. അതിനുശേഷം ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടന്നു പോവുക. ഇങ്ങനൊരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാം പോലും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടിന്യൂസ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. പിന്നെ ചിലർക്കെങ്കിലുള്ള സംശയമാണ് പരീക്ഷ എന്ന് നടക്കും. സാധാരണ 3 മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കുന്നതല്ലേ നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, കറണ്ട് സിറ്റുവേഷനിൽ എക്സാം എന്ന് നടക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനുള്ളത് ഇത്ര മാത്രമാണ്: 3 മാസത്തിനുള്ളിൽ നടക്കില്ല, 3 മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ഈ വർഷം വിളിച്ച കുറേ പരീക്ഷകൾ ഇതുവരെ കണ്ടക്ട് ചെയ്യാനുണ്ട്. റെയിൽവേയുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ നടക്കാനുണ്ട്, ടെക്നീഷ്യൻ പരീക്ഷ നടക്കാനുണ്ട്, RPFൻ്റെ പരീക്ഷ നടക്കാനുണ്ട്, ജൂനിയർ എഞ്ചിനീയറിൻ്റെ പരീക്ഷ നടക്കാനുണ്ട്, പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇത്രയും പരീക്ഷകൾ കണ്ടക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ RRB NTPC എക്സാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 6 മാസമെങ്കിലും, 6 മാസമോ അതിൽ കൂടുതലോ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് NTPC പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഊർജ്ജം തരുന്നത്. സോ നിങ്ങൾ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആലോചിച്ചിട്ട് അയ്യോ സമയം പോയി എന്നല്ല ചിന്തിക്കേണ്ടത്. ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളുക. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വർഷത്തെ എക്സാം തന്നെ ക്ലിയർ ചെയ്ത് ഒരു അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്ററോ ഗൂഡ്സ് ഗാർഡായിട്ടോ ഗൂഡ്സ് ട്രെയിൻ മാനേജറായിട്ടോ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സിലബസ്, നമ്മുടെ സിലബസിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. അതായത് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് NTPCയുടെയും അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിംഗ് രണ്ട് പരീക്ഷകളുടെയും രണ്ടിൻ്റെയും സിലബസ് സെയിം ആണോ? റെയിൽവേ എക്സാംസിൻ്റെ സയൻസ് നോക്കിയാലും സബ്ജക്റ്റ് നോക്കിയാലും സിലബസുകൾ സെയിം ആണെന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. സിലബസുകൾ സെയിം ആണ്. സിലബസിന് യാതൊരു വ്യത്യാസവും ഇല്ല, യാതൊരു ഡിഫറൻസും ഇല്ല. സിലബസ് യാതൊരു കാരണത്തിലും ചേഞ്ച് ഇല്ല. അപ്പോൾ സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് കുറേ പേർക്കെങ്കിലും സംശയം ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? കെമിസ്ട്രി സബ്ജക്റ്റിൽ നിന്ന് പഠിക്കേണ്ടത് ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ബേസിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ടേമുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ആ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആറ്റം ഇവിടെ പറഞ്ഞു, അറ്റോമിക് സ്ട്രക്ചർ, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, മോളിക്യൂൾസ്, എലമെൻറ്റ്സ്, ഐസോടോപ്പ്, ഐസോബാർ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അതുപോലെ അലോട്രോപ്സ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ടേംസും അതിൻ്റെ മീനിങ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഗ്യാസ് ലോസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങൾ, ഗ്യാസ് ലോസ് മാത്രമല്ല അതർ ലോസ് റിലേറ്റഡ് ടു കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് പറയാൻ പറ്റും. പിന്നീട് വാലൻസി, കെമിക്കൽ ബോണ്ടിങ്, വാലൻസി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ഒരു ആറ്റത്തിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ വാലൻസി കണ്ടുപിടിക്കുന്നതും കെമിക്കൽ ബോണ്ടിങ്, ഇതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള പോയിന്റുകൾ മാത്രം വെച്ചിട്ടാണ് ഈ സിലബസ് വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കറൻ്റ്ലി NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ സിലബസ്
സിലബസ് നോക്കിയാൽ അതിനകത്ത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സിലബസ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും നാളും റെയിൽവേയുടെ പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്ന ആ ഒരു സിലബസ്, ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ ഈ സിലബസ് വെച്ചിരിക്കുന്നത്. സോ സിലബസ് ക്ലിയർലി ഇത് ഫോളോ ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് റെയിൽവേയുടെ എക്സാം നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഓക്സിഡേഷൻ, അടുത്ത ടോപ്പിക് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ടോപ്പിക്കാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ. ഇതൊക്കെ ടോപ്പിക്ക് പറയുമ്പോഴും ഇതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അല്ല പോകേണ്ടത്. അതിൽ പഠിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ ടോപ്പിക്കുകൾ ചിലപ്പോൾ നിങ്ങൾ നോക്കിയാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു കൊണ്ടുവരും. പക്ഷേ നമ്മുടെ എക്സാം പോയിന്റിൽ പഠിക്കേണ്ടത് മറ്റൊരു തരത്തിലാണ്. ഇത് സബ്ജക്റ്റീവായിട്ട് പഠിക്കാതെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഒബ്ജക്റ്റീവ് ലാസ്റ്റ് കുറേ വർഷങ്ങളിലെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്താണെന്ന്. അപ്പോൾ അടുത്തത് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ് പീരിയോഡിക് ടേബിൾ ഉണ്ട്. ആ പീരിയോഡിക് ടേബിളിലേക്ക് എത്തുന്ന പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, പീരിയോഡിക് ടേബിളിലുള്ള എലമെൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ തന്നെ സെൽഫായിട്ടുള്ളതും കൂടെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്തത് നോൺ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആപ്ലിക്കേഷൻസ്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കോമ്പൗണ്ടുകൾ. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി ഇത് സെപ്പറേറ്റ് ടോപ്പിക് ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പീരിയോഡിക് ടേബിളിനകത്തുള്ള എലമെൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ കൂടെ ആയിരിക്കും മെറ്റൽസ്, നോൺ മെറ്റൽസ്, അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും എൻ്റെ ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളിനകത്ത് തന്നെ ആയിരിക്കും നോൺ മെറ്റൽസ്, നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. പിന്നീട് ഫ്യൂവൽസ്, അലോയ്സ്, ഓർസ് ആൻഡ് മെറ്റലർജി. ഫ്യൂവൽസ്, അലോയ്സ്, ഓർസ്, മെറ്റലർജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻറ്റ് ഫ്യൂവൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലോയ്സ്, ഓറുകൾ, മെറ്റലർജി. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എവറിഡേ ലൈഫ് കെമിസ്ട്രി. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയാം. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന സിമെൻറ്റ്, ഗ്ലാസ്, റബ്ബർ, അതുപോലെ പോളിമറുകൾ, പ്ലാസ്റ്റിക്കുകൾ, ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന സബ്സ്റ്റൻസാണ്. അപ്പോൾ ഇതിനെപ്പറ്റി, ഇതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്താണ് കെമിക്കലി, എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതാണ് എവറിഡേ ലൈഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് വരുന്ന ലാസ്റ്റ് ടോപ്പിക്ക് ഇവിടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓർഗാനിക് കെമിസ്ട്രി, അതായത് കാർബണിൻ്റെ കോമ്പൗണ്ട്സും ഒക്കെ അടങ്ങുന്ന ഓർഗാനിക് കെമിസ്ട്രി വളരെ വാസ്റ്റായിട്ട് കിടക്കുന്നതാണ് അല്ലേ. നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിക്കണം. അതിൽ വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്, സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് കെമിക്കൽ റിയാക്ഷനുകൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇത്രയും ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ആദ്യം തന്നെ കിടക്കാം. പീരിയോഡിക് ടേബിൾ. ഞാനിന്ന് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുകയാണെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പീരിയോഡിക് ടേബിൾ, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന പീരിയോഡിക് ടേബിൾ, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. എന്താണ് പീരിയോഡിക് ടേബിൾ? നമ്മൾ ഒരുപാട് എലമെൻറ്റുകളെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ, നൈട്രജൻ, ഇതെല്ലാം എലമെൻറ്റുകളാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ആണ്. അങ്ങനെ കുറേ എലമെൻറ്റുകളെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എലമെൻറ്റുകളെ എല്ലാം പ്രോപ്പറായിട്ട് ഒരു ടേബിളിൽ, ടാബുലാർ ഫോമിൽ, വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീരിയോഡിക് ടേബിളിലേക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ് വരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന എലമെൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടേബിളിലേക്കാണ് വരുന്നത്. അപ്പം ആ മോഡേൺ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പം ആ പീരിയോഡിക് ടേബിൾ ഒറ്റയടിക്ക് ഉണ്ടായതല്ല. ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പലതരത്തിൽ ആദ്യം മുതലേ പല വർഷങ്ങളായിട്ട്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എലമെൻസിനെ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ വട്ടങ്ങൾ, ഓരോ സയൻറ്റിസ്റ്റുകളുടെയും കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്ത് ഫൈനലി ഏറ്റവും പുതിയ മോഡേൺ പീരിയോഡിക് ടേബിൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ഒരുപാട് ചോദ്യങ്ങളുള്ള ഏരിയയാണ് ഹിസ്റ്ററി, പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററി, പീരിയോഡിക് ടേബിൾ ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്താണെന്ന് പറഞ്ഞു. എലമെൻറ്റുകളെ വളരെ പ്രോപ്പറായിട്ട് പല കാര്യങ്ങളുടെയും ബേസിസിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര എലമെൻറ്റുകളെയാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ? ഇത് റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിൻ്റെ, റെയിൽവേയുടെ അല്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ. നമ്മളുടെ പീരിയോഡിക് ടേബിളിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 118.
118 എലമെൻറ്റുകളാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. അപ്പം ആ നമ്പർ ഓർക്കുക, 118 എലമെൻറ്റുകളാണ്. അതായത് ഒന്നാമത്തെ എലമെൻ്റായ ഹൈഡ്രജനിൽ തുടങ്ങി, ഫസ്റ്റ് എലമെൻ്റായ ഹൈഡ്രജനിൽ തുടങ്ങി 118 എലമെൻ്റായ ഓർഗാനസനിൽ എത്തി നിൽക്കുന്ന ഓർഗാനസൻ എന്ന് പറയുന്ന 118ാമത്തെ എലമെൻറ്റിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ 118 എലമെൻറ്റുകളാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളത്. അപ്പം എത്ര എലമെൻറ്റുകൾ ഉണ്ടെന്നുള്ളതിൻ്റെ ചോദ്യം എത്രയാണ് ഉത്തരം പറഞ്ഞു തന്നെ നിങ്ങൾ പഠിച്ചോളൂ. എത്ര എലമെൻറ്റുകളാണ്? 118 എലമെൻറ്റുകളാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ഇതിൽ 118 എലമെൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലെല്ലാ എലമെൻറ്റുകളും നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റുകളാണോ? എല്ലാ എലമെൻറ്റുകളും നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റുകളാണോ? അല്ല, നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റുകളും ഉണ്ട്. ഇതിൽ കുറേ എലമെൻറ്റുകൾ ആർട്ടിഫിഷ്യൽ എലമെൻറ്റുകളും ഉണ്ട്. നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റുകളും ഉണ്ട്, ആർട്ടിഫിഷ്യൽ എലമെൻറ്റുകളും ഉണ്ട്, അല്ലെങ്കിൽ മാൻ മെയ്ഡ് എലമെൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ എഴുതാം, നാച്ചുറലി ഒക്കറിങ് എലമെൻസും ഉണ്ട്, മാൻ മെയ്ഡ് എലമെൻസും ഉണ്ട്, മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എലമെൻസും ഉണ്ട്. അപ്പോൾ 118ൽ എല്ലാ എലമെൻറ്റുകളും നാച്ചുറലി ഒക്കറിങ് എലമെൻസ് അല്ല. ഇതിൽ കുറേ എലമെൻറ്റുകൾ ആർട്ടിഫിഷ്യൽ എലമെൻറ്റുകളാണ്, കുറേ എലമെൻറ്റുകൾ നാച്ചുറലി ഒക്കറിങ് എലമെൻ്റാണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് എത്ര എലമെൻറ്റുകളാണ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയേണ്ടത് ആദ്യത്തെ എലമെൻറ്റുകളെല്ലാം, ഒന്നാമത്തെ എലമെൻറ്റ് മുതൽ നമ്മളിത് അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് എലമെൻറ്റ്സിനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് മുതൽ അവസാനത്തെ 92ാമത്തെ എലമെൻറ്റായ യുറേനിയമാണ് ലാസ്റ്റ് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ് എന്ന് പറയേണ്ടത്. ലാസ്റ്റ് അല്ലെങ്കിൽ ഹെവിയസ്റ്റ് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്. അപ്പോൾ 1 മുതൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് വരുമ്പം 92ാമത്തെ എലമെൻ്റായ യുറേനിയമാണ് ലാസ്റ്റ് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്, അല്ലെങ്കിൽ ഹെവിയസ്റ്റ് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇത് കഴിഞ്ഞിട്ടും നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണാം. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അതായത് യുറേനിയം ആയിരുന്നു, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് 92ാമത്തെ എലമെൻ്റായ യുറേനിയമാണ് ലാസ്റ്റ് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്, അല്ലെങ്കിൽ ഹെവിയസ്റ്റ് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ് എന്ന് പറയും. യുറേനിയം കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റ്സിനെ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആയിട്ടാണ് കരുതുന്നത്. പക്ഷേ ഈ യുറേനിയം കഴിഞ്ഞിട്ടുള്ള പല എലമെൻറ്റ്സും പിന്നീട് അതിൻ്റെ ചില ട്രേസസ് നാച്ചുറലി തന്നെ കാണപ്പെടുന്നതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് 92 കഴിഞ്ഞിട്ടുള്ള ചില എലമെൻറ്റ്സ് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരു പക്ഷേ 93, 94 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് ഒരു പക്ഷേ കാണാം. അപ്പം നമ്മുടെ എക്സാം പോയിന്റിൽ നമ്മൾ പഠിക്കേണ്ട നമ്പറാണ് ഞാൻ പറഞ്ഞത് 92. എക്സാമിന് ചോദിച്ചാൽ ചോദ്യത്തിൽ വരുന്ന നമ്പറാണ് 92. യുറേനിയമാണ് ലാസ്റ്റ് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്, അവസാനത്തെ നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്. യുറേനിയം കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റുകളെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ്. 92 കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റുകളെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് ഗ്രേറ്റർ ദാൻ 92 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 92ന് ശേഷം അല്ലെങ്കിൽ യുറേനിയത്തിന് ശേഷം വരുന്ന എലമെൻറ്റുകളെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ്. ഈ ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് എല്ലാം ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആണ്. ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് എല്ലാം ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ മാൻ മെയ്ഡ് എലമെൻറ്റ്സ് ആണ്. അപ്പം 92 വരെയുള്ള യുറേനിയം വരെയുള്ള എലമെൻറ്റ്സ് ആണ് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോഴും അതിനകത്തും ഒരു 2 ചേഞ്ചുകളുണ്ട്. 43ാമത്തെ എലമെൻ്റായ ടെക്നീഷ്യം, 43ാമത്തെ എലമെൻ്റായ ടെക്നീഷ്യവും 61ാമത്തെ എലമെൻ്റായ പ്രോമിത്യവും, ടെക്നീഷ്യം, പ്രോമിത്യം, ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ആർട്ടിഫിഷ്യൽ എലമെൻ്റ് ആണ് കേട്ടോ. 92നകത്ത് വരുന്ന എല്ലാ എലമെൻറ്റുകളും നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ് അല്ല. അതിനുള്ളിൽ വരുന്ന 2 എലമെൻറ്റ്സും ആർട്ടിഫിഷ്യൽ എലമെൻറ്റുകളാണ്. അതിൻ്റെ പേരാണ് പറയുന്നത് 43 ടെക്നീഷ്യം ആൻഡ് 61 പ്രോമിത്യം. ഇത് രണ്ടും കൂടി ഓർക്കണം. അപ്പോൾ 92, 1 മുതൽ 92 വരെയുള്ള എലമെൻറ്റ്സ് എന്താണ്? ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് അല്ല, നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ് ആണ്. ആ 92നകത്ത് വരുന്ന 2 എലമെൻറ്റുകൾ ടെക്നീഷ്യം ആൻഡ് പ്രോമിത്യം, ഇത് രണ്ടും എന്താണ്? ആർട്ടിഫിഷ്യൽ എലമെൻറ്റുകളാണ്. ഇതിൽ തന്നെ ഒരു പ്രത്യേകത, 43ാമത്തെ എലമെൻറ്റിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണ്? ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ടെക്നീഷ്യമാണ്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ടെക്നീഷ്യമാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ഒരു പേജിൽ പറഞ്ഞത്. ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ 118. ഒന്നാമത്തെ എലമെൻ്റായ ഹൈഡ്രജനിൽ തുടങ്ങി 118ാമത്തെ എലമെൻ്റായ ഓർഗാനസിനിൽ വന്ന് നിൽക്കുന്ന 118 എലമെൻറ്റുകളാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. ഇനിയും പീരിയോഡിക് ടേബിളിലുള്ള നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് തുടങ്ങി തുടക്കത്തിലുള്ള എലമെൻറ്റുകളെല്ലാം നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ് ആണ്. അങ്ങനെ അവസാനത്തെ നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്
അല്ലെങ്കിൽ ഹെവിയസ്റ്റ് നാച്ചുറലി ഒക്കറിങ് എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ 92ാമത്തെ എലമെന്റായ യുറേനിയമാണ്. യുറേനിയം കഴിഞ്ഞിട്ടുള്ള എലമെന്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ് യുറാനിക് എലമെന്റ്സ്. അവയെല്ലാം ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ മാൻ മെയ്ഡ് എലമെന്റ്സ് ആണ്. ഇനി ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ടെക്നീഷ്യം. 43ാമത്തെ എലമെന്റായ ടെക്നീഷ്യവും 61ാമത്തെ എലമെന്റായ പ്രോമിത്തിയവും, ഇത് രണ്ടും എന്താണ്? ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. ഇത്രയും നമ്മൾ ജസ്റ്റ് പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റുകളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററി അതായത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാകുന്നതിന് മുമ്പ് പല സയൻറ്റിസ്റ്റുകളും പല അറ്റംപ്റ്റ് നടത്തി എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാനും അറേഞ്ച് ചെയ്യാനും. അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് അറ്റംപ്റ്റുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ആദ്യം നമുക്ക് പറയാവുന്നത്, എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ച ഏറ്റവും ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ആന്റോയിൻ ലാവോസിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ്. ആന്റോയിൻ ലാവോസിയറിനെയാണ് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇദ്ദേഹത്തെ തന്നെയാണ് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഇൻ കെമിസ്ട്രി. ആന്റോയിൻ ലാവോസിയർ ഇസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ഇദ്ദേഹമാണ് എലമെൻറ്റുകളെ ആദ്യമായിട്ട് മെറ്റലുകളും നോൺ മെറ്റലുകളുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത്. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോളുക. ആദ്യമായിട്ട് എലമെൻറ്റുകളെ മെറ്റലുകളും നോൺ മെറ്റലുകളുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ആന്റോയിൻ ലാവോസിയർ. 1789 1789 ഇദ്ദേഹം ആദ്യമായിട്ട് എലമെൻറ്റുകളെ മെറ്റലുകളും നോൺ മെറ്റലുകളുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം രണ്ടായിട്ട് മാത്രമാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു പല ഡ്രോബാക്കുകളും ഇദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം വളരെ കുറച്ച് എലമെൻസിനെ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അദ്ദേഹം ആ സമയത്ത് 33 എലമെൻറ്റുകൾ എന്ന പേരിൽ 33 എണ്ണത്തെ അറേഞ്ച് ചെയ്തെങ്കിൽ പോലും അതിൽ 33 എലമെൻറ്റ്സ് ആയിരുന്നില്ല. ചിലത് കോമ്പൗണ്ടുകളും ചിലത് അതിൻ്റെ അയോണിക് പാർട്ടിലുള്ള അയോൺസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഒക്കെയാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിൽ ഈ 33 എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തപ്പോൾ അതിനകത്ത് 23 പിന്നീട് ആക്ച്വൽ എലമെൻറ്റുകളായിരുന്നത്. അങ്ങനെ വളരെ കുറച്ച് എലമെൻറ്റുകൾ മാത്രമേ ഇദ്ദേഹത്തിന് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഡ്രോബാക്കാണ്. ഇനി മറ്റൊരു കാര്യം, ഇദ്ദേഹം മെറ്റലുകളും നോൺ മെറ്റലുകളും എന്നൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തപ്പം പിന്നീട് മെറ്റലോയിഡ്സ് എന്നൊരു കാറ്റഗറി, മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മെറ്റലോയിഡ്സ് കണ്ടുപിടിച്ചപ്പം അതിനൊരു പൊസിഷൻ ഇല്ലായിരുന്നു എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം മെറ്റൽസും നോൺ മെറ്റൽസുമായിട്ട് മാത്രമേ ഇദ്ദേഹം എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തുള്ളൂ. മെറ്റലോയിഡ്സിന് ഒരു എക്സാക്ട് പൊസിഷൻ ഇദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഇല്ലായിരുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഡ്രോബാക്ക് ആയിരുന്നു. ഇദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആന്റോയിൻ ലാവോസിയർ ആണ്. ക്ലിയർ ആണല്ലോ? ആന്റോയിൻ ലാവോസിയറിനെ പറ്റിയാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ആന്റോയിൻ ലാവോസിയറിനെ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ സയൻറ്റിസ്റ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സെപ്പറേറ്റ് ടോപ്പിക്കിനകത്ത് ഇതെല്ലാം ഞാൻ കവർ ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ വരുന്ന ക്ലാസ്സുകളിലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ കാട് കയറി പോകണ്ടെന്ന് വിചാരിച്ചാണ് മറ്റുള്ള കാര്യത്തിലേക്ക് പോകാത്തത്. അപ്പോൾ നമ്മൾ ആന്റോയിൻ ലാവോസിയറിനെ പറ്റി പഠിച്ചു. അദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്, അദ്ദേഹം എങ്ങനെയാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്തതെന്ന് പഠിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡ്രോബാക്കുകൾ പഠിച്ചു. ഇനി ഇദ്ദേഹത്തിന് ശേഷം അപ്പോൾ പീരിയോഡിക് ടേബിൾ ഒന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചേ ഉള്ളൂ. പിന്നീട് അടുത്തൊരു അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഡൊബെ റൈൻഡർ. ജൊഹാൻ വോൾഫ്ഗാങ് ഡൊബെ റൈൻഡർ, JW ഡൊബെ റൈൻഡർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് അപ്രോച്ച്, ഇദ്ദേഹം 1800-കളിലാണ് 1800s ഇദ്ദേഹം എലമെൻസിനെ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 1800-കളിലാണ്. അതിനു മുമ്പ് 1789-ലായിരുന്നു നമ്മുടെ ലാവോസിയറിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞത്. ജൊഹാൻ വോൾഫ്ഗാങ് ഡൊബെ റൈൻഡർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. JW ഡൊബെ റൈൻഡർ, ഈ ഒരു പാർട്ട് ഓർക്കുക. ഡൊബെ റൈൻഡർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ഇദ്ദേഹം ജർമ്മൻ കെമിസ്റ്റ് ആയിരുന്നു. ജർമ്മൻ കെമിസ്റ്റ് ആയിരുന്നു. 1800-കളിലായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് ലോ ഓഫ് ട്രയാഡ് നിയമം. ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ലോ ഓഫ് ട്രയാഡ് നിയമം കൊണ്ടുവന്നത് ആര്? ട്രൈ എന്ന് പറഞ്ഞാൽ 3 എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ഇൻ ഡൊബെ റൈൻഡേഴ്സ് ട്രയാഡ് ദ അറ്റോമിക് വെയിറ്റ് ഓഫ്
ദ മിഡിൽ എലമെന്റ് ഈസ് നിയർലി ഈക്വൽ ടു ദ ആവറേജ് അറ്റോമിക് വെയിറ്റ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെന്റ്. എന്താണെന്ന് പറഞ്ഞുതരാം. ഇതേ എലമെന്റ്സിനെ 3 എലമെന്റ്സിനെ ഇങ്ങനെ 1 2 3 ഇങ്ങനെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വന്നപ്പം 3 എലമെന്റ്സിനെ ചേർത്ത് ഇങ്ങനെ ഗ്രൂപ്പാക്കി അറേഞ്ച് ചെയ്ത് വന്നപ്പം ഒന്നാമത്തെ ഇത് ഫസ്റ്റ് എലമെന്റ്, ഇത് സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്. ഒന്നാമത്തെ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് ഉണ്ട്. സപ്പോസ് ഒന്നാമത്തെ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് 6 ആണെന്ന് കരുതുക. ഒന്നാമത്തെ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് 6 ആണെന്ന് കരുതുക. അതുപോലെ തന്നെ മൂന്നാമത്തെ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് ഒരു 14 ആണെന്ന് കരുതുക. 14. ഓക്കെ, സപ്പോസ് പറയുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഫസ്റ്റ് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റിന്റെയും തേർഡ് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റിന്റെയും ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിന്റെ രണ്ടിന്റെ ആവറേജ് എത്രയാണ്? 6 + 14 20. 20 ഡിവൈഡഡ് ബൈ 2 10. അങ്ങനെ മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് ആയിരുന്നു ഫസ്റ്റ് എലമെന്റിന്റെയും തേർഡ് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ്. അങ്ങനെ ഒരു സിമിലാരിറ്റി ഇദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ പറ്റി. മനസ്സിലായോ? ഇങ്ങനെ ഒരു സിമിലാരിറ്റി, അതാണ് ഇദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റിന്റെയും തേർഡ് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റിന്റെയും ആവറേജ് ആയിരുന്നു നടുക്ക് വന്ന രണ്ടാമത്തെ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ്. ഇങ്ങനെ ഒരു സിമിലാരിറ്റി ഇദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സിമിലാരിറ്റി ഇദ്ദേഹം കണ്ടപ്പോൾ ആ സിമിലാരിറ്റിയുടെ ബേസിസിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് ട്രയാഡ്സ്. ട്രയാഡ്സ് നിയമം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റും തേർഡ് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റിന്റെയും ആവറേജ് എടുത്തപ്പോൾ ആ വാല്യൂ ആയിരുന്നു സെക്കൻഡ് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് എന്നൊരു സിമിലാരിറ്റിയാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു അറേഞ്ച്മെന്റ് ഇദ്ദേഹം നടത്തിയെങ്കിൽ പോലും ഇത് എല്ലായിടത്തും എല്ലാ ടൈപ്പ് എലമെന്റ്സിനും ഒന്നും ആപ്ലിക്കബിൾ അല്ലായിരുന്നു. വളരെ കുറച്ച് എലമെന്റ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോബാക്ക്. പിന്നീട് മറ്റു പല എലമെന്റുകൾ കണ്ടുപിടിച്ചപ്പം ഈ റൂൾസ് ഒന്നും ഒബേ ചെയ്യാതെയായി. അന്നുള്ള കുറച്ച് എലമെന്റ്സ് മാത്രമേ ഇത് ഒബേ ചെയ്തുള്ളൂ. ബാക്കിയുള്ള എലമെന്റ്സ് കണ്ടുപിടിച്ചപ്പോൾ ഇത് ഒബേ ചെയ്യാതായി. ഇങ്ങനെയുള്ള ഡ്രോബാക്കുകളായിരുന്നു നമ്മുടെ ഡൊബെ-റൈൻഡറിന്റെ ക്ലാസിഫിക്കേഷനകത്ത് ഉള്ളത്. ഇനി ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇദ്ദേഹത്തിന്റെ ട്രയാഡുകളുടെ എക്സാമ്പിൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ട്രയാഡ്സ് ബൈ ഡൊബെ-റൈൻഡർ. ഡൊബെ-റൈൻഡറിന്റെ ട്രയാഡുകളിൽ ഉൾപ്പെടാത്ത എലമെന്റ് ഏത് എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ ട്രയാഡുകളുടെ എക്സാമ്പിളുകൾ പഠിക്കുക. ഒന്നാമത്തെ ട്രയാഡ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. നോട്ട് ചെയ്ത് വെച്ചോളുക. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. സൾഫർ, സെലീനിയം, ടെലൂറിയം. 4 ട്രയാഡുകളൊന്ന് എഴുതി വെച്ചോളുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. അതുപോലെ തന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം. ഇതൊക്കെ ട്രയാഡുകൾക്ക് വരുന്ന എക്സാമ്പിളുകളാണ്. ട്രയാഡ്സ് എക്സാമ്പിൾ ഫോർ ട്രയാഡ്സ് ആണ്. വൂൾഫ്ഗാങ്, ഡൊബെ-റൈൻഡറിന്റെ ട്രയാഡുകൾക്ക് വരുന്ന എക്സാമ്പിളുകളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ 2 സയൻറ്റിസ്റ്റുകളെ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു. ആദ്യം പഠിച്ചത് ലാവോസിയറിനെയാണ്. ആന്റോയിൻ ലാവോസിയർ, ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ആന്റോയിൻ ലാവോസിയർ ആദ്യമായിട്ട് എലമെന്റ്സിനെ മെറ്റലുകളും നോൺ മെറ്റലുകളുമായിട്ട് 1789 ക്ലാസിഫൈ ചെയ്തു. അതിനുശേഷം JW ഡൊബെ-റൈൻഡർ ലോ ഓഫ് ട്രയാഡ്സ്, ട്രയാഡ് നിയമവുമായിട്ട് വന്നു. അങ്ങനെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അത് 1800കളിൽ ജർമ്മൻ കെമിസ്റ്റ് ആയിട്ടുള്ള ഡൊബെ-റൈൻഡർ ആണ് നടത്തുന്നത്. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. RRB NTPCയുടെ ഏറ്റവും പുതിയ ഓൺലൈൻ കോഴ്സ് ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ക്ലാസ്സസ് പോകുന്നുണ്ടെന്ന് അറിയാം. കുറച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് കൂടുതൽ ക്ലാസ്സസും ലൈവ് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസുമാണ് ഈ പുതിയ NTPC ഓൺലൈൻ കോഴ്സിലുള്ളത്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഒരു ഗൈഡൻസോടുകൂടി കൃത്യമായ ഒരു ഓർഡറിൽ പഠിച്ചു പോകണം എന്ന് താല്പര്യമുള്ളവർക്ക് ഈ RRB NTPCയുടെ ദിശ ലേണിംഗ് ആപ്പിൽ വരുന്ന ഈ ഒരു ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ എടുക്കുന്ന ക്ലാസ്സസിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് കുറേയും കൂടെ ഗൈഡൻസ് വേണം, കുറേയും കൂടെ നന്നായിട്ട് വേണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഓൺലൈൻ കോഴ്സ് എടുത്ത് പർച്ചേസ് ചെയ്ത് പഠിക്കാം. താല്പര്യമുള്ളവർക്ക് മാത്രം പഠിക്കാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് നമ്മുടെ ഈ ലൈവ് ക്ലാസ്സസ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞേക്കാം. നമുക്ക് പുതിയ ഓഫ്ലൈൻ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മന്തും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തോളുക. ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഓരോ നമ്മുടെ സെൻറ്റേഴ്സിൻ്റെ നമ്പേഴ്സിലോ കോൺടാക്ട് ചെയ്തോളുക. ഓക്കെ, നമുക്ക് അടുത്തത് മൂന്നാമത്തെ അറേഞ്ച്മെൻറ്റ്. നമ്മൾ 2 സയൻറ്റിസ്റ്റുകളെ പഠിച്ചു. ഇനി തേർഡ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോൺ ന്യൂലാൻഡ്. മൂന്നാമത്തെ ഇൻസ്റ്റൻസ് ജോൺ ന്യൂലാൻഡ്. അപ്പോൾ പഠിച്ച ആൾക്കാരുടെ പേരൊന്ന് ഓർത്ത് നോക്കിയേ. ഫസ്റ്റ് പറഞ്ഞ ആരാണ്? ലാവോസിയറിനെ പഠിച്ചു.
സെക്കൻഡ് പറഞ്ഞത് ഡൊബേ റൈൻഡറെ പഠിച്ചു, ലോ ഓഫ് ട്രയാഡ്സ് പഠിച്ചു. തേർഡ് പഠിക്കുന്നത് ജോൺ ന്യൂലാൻഡ്. ഇദ്ദേഹം ഇംഗ്ലീഷ് കെമിസ്റ്റ് ആയിരുന്നു, ഇംഗ്ലീഷുകാരനായ ഒരു കെമിസ്റ്റ് ആയിരുന്നു. 1866 ഇദ്ദേഹം അറേഞ്ച്മെൻറ്റുകൾ നടത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള എലമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് 1866 വരുന്നത്. മാത്രമല്ല 56 എലമെൻറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി എടുത്ത് വെച്ചിരിക്കുന്നത്. ജോൺ ന്യൂലാൻഡ് അദ്ദേഹത്തിൻ്റെ എലമെൻസിനെ എത്ര എലമെൻറ്റുകളെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 56 എലമെൻറ്റുകൾ, 56 എലമെൻറ്റ്. ന്യൂലാൻഡിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടായിരുന്ന എലമെൻറ്റുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വെച്ചോളുക, 56 എലമെൻറ്റ്സ്. ഇദ്ദേഹത്തിൻ്റെ എലമെൻറ്റ്സ്, ഇദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റിലെ എലമെൻറ്റ്സിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ, കൂടി വരുന്ന ഓർഡറിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ടേബിളായിട്ടായിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്തു. ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ഇദ്ദേഹം ഒരു സിമിലാരിറ്റി ഇവിടെ കണ്ടു. എലമെൻസിൻ്റെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോൾ ഇദ്ദേഹം കണ്ട സിമിലാരിറ്റി ആണ് ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയും 2, 3, 4, 5, 6, 7 കഴിഞ്ഞ് 8ാമത്തെ എലമെൻറ്റ് വന്നപ്പം ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയും 8ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിക്കും സിമിലാരിറ്റീസ് ഇദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ പറ്റി. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഓർഡേഴ്സിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കല്ലേ, ഒന്നാമത്തെ എലമെൻറ്റ്, രണ്ടാമത്തെ എലമെൻറ്റ്, ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പം 7 എലമെൻറ്റ് കഴിഞ്ഞിട്ട് 8ാമത്തെ എലമെൻറ്റ് വന്നപ്പം 8ാമത്തെ എലമെൻറ്റിന് 1ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് സിമിലാരിറ്റി തോന്നി, 2ാമത്തെ എലമെൻറ്റിന് 9ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് സിമിലാരിറ്റി തോന്നി. ഇങ്ങനെ ഒരു സ്പെഷ്യൽ സിമിലാരിറ്റി ഇദ്ദേഹം ഒബ്സർവ് ചെയ്തു. അതായത് 7 എലമെൻറ്റുകൾ കൂടുമ്പം എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് ഇദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന നിയമമാണ് ലോ ഓഫ് ഒക്ടേവ്സ് നിയമം കൊണ്ടുവന്നതാര്? ലോ ഓഫ് ഒക്ടേവ്സ് നിയമം കൊണ്ടുവന്നതാര്? ജോൺ ന്യൂലാൻഡ് ആണ് ഒക്ടേവ്സ് നിയമം കൊണ്ടുവന്നത്. അതായത് ഹി ഒബ്സർവ്ഡ് എ ട്രെൻഡ് wherein every 8th element exhibited properties similar to the first. 8ാമത്തെ എലമെൻറ്റ് 1ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിന് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്തു. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, ഇങ്ങനെ. ഇതിപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആദ്യത്തെ എലമെൻറ്റ് അല്ലേ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻറ്റ് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ 8ാമത്തെ എലമെൻറ്റ് വന്നപ്പോൾ വീണ്ടും പ്രോപ്പർട്ടീസിന് സിമിലാരിറ്റി. ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലിഥിയം എന്ന് പറയുന്ന എലമെൻറ്റ്, ലിഥിയം എന്ന് പറയുന്ന എലമെൻറ്റിന് സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ബെറീലിയം എന്ന് പറയുന്ന എലമെൻറ്റിന് മാഗ്നീഷ്യവുമായിട്ട് സിമിലർ പ്രോപ്പർട്ടി. ബോറോൺ എന്ന് പറയുന്ന എലമെൻറ്റിന് അലൂമിനിയമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇങ്ങനെ 7 എലമെൻറ്റുകൾ കൂടുമ്പോൾ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടി ഇദ്ദേഹം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന നിയമമാണ് ലോ ഓഫ് ഒക്ടേവ്സ്. അപ്പോൾ ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? ജോൺ ന്യൂലാൻഡ് ആണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനും കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. എന്തൊക്കെ ഡ്രോബാക്സ് ആയിരുന്നു? അദ്ദേഹത്തിന് അപ് ടു കാൽഷ്യം, ഇദ്ദേഹത്തിന് കാൽഷ്യം വരെയുള്ള എലമെൻറ്റ്സ് വരെ മാത്രമേ ഈ ഒക്ടേവ്സ് നിയമം കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് വാസ് ഓൺലി അപ് ടു കാൽഷ്യം ദാറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് വാസ് ഡൺ വിയ ന്യൂലാൻഡ്സ് ഒക്ടേവ്സ്. അപ്പോൾ ഒക്ടേവ്സ് നിയമം കൊണ്ട് കാൽസ്യം വരെയുള്ള വളരെ കുറച്ച് എലമെൻറ്റുകളെ മാത്രമേ ഇദ്ദേഹത്തിന് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ മേജർ ആയിട്ടുള്ളൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ രണ്ടാമത്തെ ഡ്രോബാക്ക്, പിന്നീടും ഇദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് എലമെൻറ്റുകൾ പലതും കണ്ടുപിടിക്കാൻ തുടങ്ങി. പുതിയ എലമെൻറ്റുകൾ വീണ്ടും കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ചും നോബിൾ ഗ്യാസസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് എലമെൻസിനെ കണ്ടുപിടിച്ചപ്പം ഇത് ഇദ്ദേഹത്തിന് ഈ ഒരു അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എലമെൻസിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതും അദ്ദേഹത്തിന് വന്ന മറ്റൊരു ഡ്രോബാക്കാണ്. ദ ഡിസ്കവറി ഓഫ് നോബിൾ ഗ്യാസസ് ആഡഡ് ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ദിസ് മെത്തേഡ് സിൻസ് ദേ കുഡ്ന്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ്. ഈ നോബിൾ ഗ്യാസസിനെ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ഒരു സ്ട്രക്ചർ, അദ്ദേഹം ഉണ്ടാക്കി വെച്ചൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഡ്രോബാക്കാണ്. പിന്നീടുള്ള എലമെൻസിനെ കണ്ടുപിടിച്ചപ്പം ഈ ഒരു ടേബിൾ, ഈ ഒരു അറേഞ്ച്മെൻറ്റ് വാലിഡ് അല്ലാതെ പോയി എന്നുള്ളതാണ് ന്യൂലാൻഡിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും 3 ആൾക്കാരെ പഠിച്ചു. ആരൊക്കെയാണ് പഠിച്ചു? ആദ്യം പഠിച്ചത് ലാവോസിയറിനെ പഠിച്ചു. രണ്ടാമത് പഠിച്ചത് ആരെയാണ്? ഓർക്കുന്നുണ്ടോ? ആരെയാണ് രണ്ടാമത് പഠിച്ചത്? രണ്ടാമത് പഠിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഡൊബേ റൈൻഡർ. മൂന്നാമത് പഠിച്ച സയൻറ്റിസ്റ്റ് ആണ് ലോ ഓഫ് ഒക്ടേവ്സ് ഉള്ള ജോൺ ന്യൂലാൻഡ്. ഇതിൻ്റെ കൂടെ ഒരു അറേഞ്ച്മെൻറ്റും കൂടെ, ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും കാണാത്ത എലമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡൽ, ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണത്തില്ല. ടെല്യൂറിക് ഹെലിക്സ് മോഡൽ. ഇങ്ങനൊരു ചോദ്യം വളരെ റെയറായിട്ടേ ചാൻസ് ഉള്ളൂ. ടെല്യൂറിക് ഹെലിക്സ് മോഡൽ ഓഫ് അറേഞ്ച്മെൻറ്റ്.
എലമെന്റ്സിനെ ടെല്യൂറിക് ഹെലിക്സ് മോഡലിൽ അറേഞ്ച് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചാൽ ചാൻ കോർട്ടോയ്സ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം പറഞ്ഞതാ. പല ടെക്സ്റ്റ് ബുക്സിലും നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല, വളരെ റെയറായിട്ട് ചോദിച്ചാൽ ചോദിക്കുന്നത്, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെന്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിനെ സെപ്പറേറ്റ്ലി ഒരു വട്ടം മാത്രം പറയുന്നത്. ടെല്യൂറിക് ഹെലിക്സ് മോഡൽ ഓഫ് അറേഞ്ച്മെന്റ് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ചാൻ കോർട്ടോയ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റിൻ്റെയാണ്. ടെല്യൂറിക് ഹെലിക്സ് മോഡൽ ഓഫ് അറേഞ്ച്മെന്റ് ചാൻ കോർട്ടോയ്സിൻ്റെ ആണ്. ടെല്യൂറിക് ഹെലിക്സ് മോഡൽ ഓഫ് അറേഞ്ച്മെന്റ്. ഓക്കെ, ഇതിനുശേഷം ഇനി നമുക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സയൻറ്റിസ്റ്റാണ് ഡിമിട്രി മെൻഡലീവ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ തന്ന സയൻറ്റിസ്റ്റാണ് ഡിമിട്രി മെൻഡലീവ്. ഇദ്ദേഹമാണ് നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പായിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നത്. അതുകൊണ്ട് തന്നെ ഡിമിട്രി മെൻഡലീവ് ഇസ് നോൺ ആസ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഡിമിട്രി മെൻഡലീവ്. ഇദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത്. കാരണമുണ്ട്, കാരണം ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ മെൻഡലീവിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇദ്ദേഹം ഒരു റഷ്യൻ കെമിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹം എലമെന്റ്സിന്, ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രത്യേകത നമുക്ക് ചോദിച്ചാൽ പറയാൻ പറ്റുന്നത്, ആദ്യമായിട്ട് എലമെന്റുകളെ ഒരു ടാബുലാർ ഫോമിൽ അറേഞ്ച് ചെയ്തത് ആരാണ്? ഹു അറേഞ്ച്ഡ് എലമെന്റ്സ് ഇൻ എ ടാബുലാർ ഫോം, ഒരു ടേബിൾ ഫോമിൽ. ഇത്രയും നാളും ആളുകൾ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഒരു ടേബിൾ ഫോമിൽ, ഒരു ടേബിളിൻ്റെ ഫോമിൽ എലമെന്റ്സിനെ ആദ്യമായിട്ട് അറേഞ്ച് ചെയ്തത് ഡിമിട്രി മെൻഡലീവ് തന്നെയാണ്. ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടാബുലാർ ഫോമിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രത്യേകതയാണ്. ഇദ്ദേഹത്തിൻ്റെ ടേബിളിൽ എലമെന്റ്സിനെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. പല സയൻറ്റിസ്റ്റുകളും അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇദ്ദേഹം എലമെന്റ്സിനെ ടാബുലാർ ഫോമിൽ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്, അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്. ഇനി അദ്ദേഹം ഒരു റഷ്യൻ കെമിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ട്. അദ്ദേഹം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത ആ ടേബിൾ പബ്ലിഷ് ചെയ്ത വർഷം, ഈ വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇൻ 1869, 1869 മെൻഡലീവ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. 1869, 1869. ഈ വർഷത്തിന് പ്രത്യേകതയുണ്ട്, എക്സാമിന് ചോദിച്ചുകൊണ്ടാന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫാക്റ്റും കൂടെ പറഞ്ഞോട്ടെ. 1869 ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ പബ്ലിഷ് ചെയ്തതിൻ്റെ 150ാമത് വാർഷികം, 150th ആനിവേഴ്സറി, അതായത് ഏത് വർഷമായിരിക്കും? 1869 കൂടെ 150 കൂടെ നമ്മൾ ആഡ് ചെയ്താൽ എത്ര വരും? 2019 ഇന്റർനാഷണൽ ഇയർ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. 1869 മെൻഡലീവ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ 150ാമത് വാർഷികം, അതായത് 1869 പ്ലസ് 150, 2019 യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ വർഷത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം മെൻഡലീവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അദ്ദേഹം എന്താണ്? ടാബുലാർ ഫോമിൽ എലമെന്റ്സിനെ ആദ്യമായിട്ട് അറേഞ്ച് ചെയ്ത ആരാണ്? അത് മെൻഡലീവാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, പീരിയോഡിക് എന്ന വാക്ക് കോയിൻ ചെയ്തു. പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് പീരിയോഡിക് എന്ന ടേം കോയിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ, ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ അത് മെൻഡലീവാണ്. പീരിയോഡിക് എന്ന വാക്ക് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് മെൻഡലീവാണ്. മാത്രമല്ല ഇദ്ദേഹം തന്നെയാണ് പീരിയോഡിക് നിയമം കൊണ്ടുവന്നത്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് പീരിയോഡിക് ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും മെൻഡലീവാണ്. എന്താണ് പീരിയോഡിക് ലോയുടെ സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് കൂടി ഇവിടെ കണ്ടോളൂ. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ അറ്റോമിക് മാസിന്റെ ഫങ്ഷൻ ആണ് എന്നാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോളുക. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്ന് പറയുന്നു. ഇതാണ് പീരിയോഡിക് ലോ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കോൺട്രിബ്യൂഷൻ ആണ്. ഇനി മറ്റൊരു പ്രത്യേകത, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് ഉണ്ടല്ലേ, കോളംസ് ഉണ്ട്. ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിലും കോളംസ് ഉണ്ട്, അതുപോലെ റോസ് ഉണ്ട്. ടേബിൾ എന്ന് പറയുമ്പോൾ റോസും കോളംസും എല്ലാം വരും അല്ലേ. അപ്പോൾ ഈ മെൻഡലീവ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയപ്പോൾ
വെർട്ടിക്കലി ഉള്ള കോളംസിനെ വിളിച്ച പേരാണ് ഗ്രൂപ്പുകൾ. വെർട്ടിക്കൽ കോളംസിനെ ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു. ഹൊറിസോണ്ടലി ഉള്ള റോസിനെ അദ്ദേഹം പീരീഡ് എന്നാണ് വിളിച്ചത്. ഈ പേര് തന്നെ, ഇതേ ടേംസ് തന്നെയാണ് നമ്മുടെ ഏറ്റവും പുതിയ പീരിയോഡിക് ടേബിളിൽ യൂസ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. വെർട്ടിക്കൽ കോളംസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ വെയർ കോൾഡ് ആസ് ഗ്രൂപ്പ്സ് ആൻഡ് ഹൊറിസോണ്ടൽ റോസ് വെയർ കോൾഡ് ആസ് പീരീഡ്സ്. ഇത് മെൻഡലീവിൻ്റെ അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതും മെൻഡലീവിൻ്റെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ പല വോയിഡ് സ്പേസ്, അതായത് ഫ്രീ അല്ലാത്ത പല സ്പേസുകളും കണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു ഈ സ്പേസുകൾ ഫില്ല് ചെയ്യുന്ന എലമെൻറ്റ്സ് പിന്നീട് കണ്ടുപിടിക്കുമെന്ന് ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. ചില എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനുണ്ട്, ഈ സ്പേസുകളൊക്കെ, ഇവിടെയുള്ള വോയിഡ് സ്പേസുകളിലെല്ലാം എലമെൻറ്റ്സിനെ പിന്നീട് കണ്ടുപിടിക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഭാവിയിൽ പല എലമെൻറ്റുകളും കണ്ടുപിടിച്ചു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ അറേഞ്ച്മെൻറ്റിന് കുറച്ചുകൂടി ആധികാരികത നൽകി, കുറേയും കൂടെ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യാൻ കാരണമായി. അദ്ദേഹം ഇട്ടിരുന്ന വോയിഡ് സ്പേസുകളിൽ പിന്നീട് എലമെൻറ്റുകൾ കണ്ടുപിടിച്ചതും. ഇതേസമയം ഇതിനു മുമ്പുള്ള സയൻറ്റിസ്റ്റുകൾ പലരും അങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റി പോലും പറഞ്ഞില്ല. പുതിയ എലമെൻറ്റുകൾ കണ്ടുപിടിച്ചപ്പോൾ അവരുടെ പീരിയോഡിക് ടേബിൾ വാലിഡ് അല്ലാതെ പോയി. പക്ഷേ മെൻഡലീവ് ആണെങ്കിൽ ഇനി ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെൻറ്റുകളെ പറ്റി വരെ പറഞ്ഞു. അത് ഏകദേശം ശരിയായിരുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ എക്കായ് അലൂമിനിയം എന്ന പേരിൽ സ്പേസിലെ എലമെൻറ്റുകൾ പ്ലേസ് ചെയ്യുന്നത്. അതായത് അലൂമിനിയം കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റ് അലൂമിനിയം എന്ന പേരിൽ ഈ എലമെൻറ്റുകൾ ഇട്ടിരുന്ന എലമെൻറ്റ്സ് ഉണ്ട്. പിന്നീട് കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ പേരുകൾ മാറിയ എലമെൻറ്റുകളുണ്ട്. അപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കാം, അലൂമിനിയം എന്ന പേരിൽ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെട്ടിരുന്ന എലമെൻറ്റ് ഏത്? അലൂമിനിയം എന്ന പേരിൽ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ അറിയപ്പെട്ടിരുന്ന എലമെൻറ്റിൻ്റെ പേരാണ് ഗാലിയം. പിന്നീട് ഗാലിയം എന്നറിയപ്പെട്ട അലൂമിനിയം, മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ അലൂമിനിയം എന്നറിയപ്പെട്ട എലമെൻറ്റിൻ്റെ പേരാണ് ഗാലിയം. അതുപോലെ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ സിലിക്കൺ എന്നറിയപ്പെട്ടിരുന്ന എലമെൻ്റാണ് ജെർമേനിയം. ഓക്കെ, ജെർമേനിയം. അതുപോലെ എത്ര എലമെൻറ്റുകളാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരുന്നത്? അദ്ദേഹം പബ്ലിഷ് ചെയ്ത 1869 പബ്ലിഷ് ചെയ്ത പീരിയോഡിക് ടേബിളിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ there were 63 എലമെൻറ്റ്സ്, 63 എലമെൻറ്റുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. കുറേ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ തന്ന മെൻഡലീവിനെ പറ്റി ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത ഫൈനൽ ഒരു സയൻറ്റിസ്റ്റിലൂടെ പോകാനുണ്ട്. അപ്പോൾ റഷ്യൻ കെമിസ്റ്റ് ആയിരുന്നു മെൻഡലീവ്. 1869 അദ്ദേഹത്തിൻ്റെ ഒരു പീരിയോഡിക് ടേബിൾ അറേഞ്ച്മെൻറ്റ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ 150ാമത് വാർഷികം 2019 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഡിമിട്രി മെൻഡലീവിനെയാണ്. ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സിനെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. ഇദ്ദേഹം ടാബുലാർ ഫോമിൽ ആദ്യമായിട്ട് എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്ന ആൾ ഡിമിട്രി മെൻഡലീവ് ആണ്. പീരിയോഡിക് എന്ന വാക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആരാണ്? മെൻഡലീവ് തന്നെയാണ്. പീരിയോഡിക നിയമം, പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും മെൻഡലീവാണ്. ഇനി പീരിയോഡിക് ടേബിളിലുള്ള വേർട്ടിക്കൽ കോളംസിനെ ഇദ്ദേഹം ഗ്രൂപ്പുകളെന്നും ഹൊറിസോണ്ടൽ റോസിനെ ഇദ്ദേഹം പീരീഡുകൾ എന്നും വിളിച്ചു. ഇതേ ടേംസ് ആണ് നമ്മൾ മോഡേൺ ആയിട്ടുള്ള ഏറ്റവും പുതിയ പീരിയോഡിക് ടേബിളിലും യൂസ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ വോയിഡ് ആയിട്ടുള്ള കുറേ സ്പേസുകൾ ഉണ്ടായിരുന്നു. ആ സ്പേസസിൽ പുതിയ എലമെൻറ്റ്സിനെ കണ്ടുപിടിക്കുമെന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. അത് ഭാവിയിൽ സംഭവിക്കുകയും ചെയ്തു. ഇത് ഇദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റിന് കുറേയും കൂടെ ആധികാരികത നൽകി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ അലൂമിനിയം എന്ന പേരിൽ ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു, സിലിക്കൺ എന്ന പേരിൽ ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു. ഈ എലമെൻറ്റുകൾ പിന്നീട് കണ്ടുപിടിച്ചു. ആ എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അലൂമിനിയം, ഗാലിയവും സിലിക്കൺ, ജെർമേനിയവുമാണ്. ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം 63 എലമെൻറ്റ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെൻഡലീവ് പീരിയോഡിക് ടേബിളിലും പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ചെറിയ കുറച്ച് ലിമിറ്റേഷനുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താണ്? വളരെ കുറച്ച് ലിമിറ്റേഷനാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പോൾ ഉള്ള കുറച്ച് ലിമിറ്റേഷനാണ്. ഒന്ന്, ഹൈഡ്രജൻ്റെ പൊസിഷൻ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു. അതായത് ഹൈഡ്രജൻ്റെ പൊസിഷൻ അദ്ദേഹം കൊടുത്തിരുന്നത് ആൽക്കലി മെറ്റൽസിൻ്റെ ആയിരുന്നു. ഓക്കെ, ആൽക്കലി മെറ്റൽസിലായിരുന്നു നമ്മുടെ ഹൈഡ്രജനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഹൈഡ്രജൻ ഹാലോജൻസിൻ്റെ ചില പ്രോപ്പർട്ടീസും
എക്സിബിറ്റ് ചെയ്തു. ഇത് ഒരു ലിമിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഹൈഡ്രജന് നമുക്കറിയാം, ഹൈഡ്രജൻ്റെ ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ആൽക്കലി മെറ്റൽസുമായിട്ട് സിമിലാരിറ്റി ഉണ്ടാവും, ഹാലോജൻസുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല ഒരു പക്ഷേ അദ്ദേഹം. അതാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോടോപ്പുകൾ അദ്ദേഹം പ്ലേസ് ചെയ്തു. അദ്ദേഹം അറ്റോമിക് മാസിൻ്റെ ബേസിസിൽ പ്ലേസ് ചെയ്തുകൊണ്ട് അറ്റോമിക് മാസിൻ്റെ ബേസിലാണ് ഇദ്ദേഹം എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഐസോടോപ്സിനെ അദ്ദേഹം പൊസിഷൻ ചെയ്തത് ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഐസോടോപ്പുകളെ പ്ലേസ് ചെയ്തത്. ഇതൊരു ഡ്രോബാക്ക് ആയിരുന്നു. ഐസോടോപ്സ് വെയർ പൊസിഷൻഡ് ഡിഫറൻ്റ്ലി സിൻസ് ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് വാസ് ഡൺ ബൈ കൺസിഡറിങ് ദ അറ്റോമിക് വെയ്റ്റ് അല്ലെങ്കിൽ അറ്റോമിക് മാസ്. Therefore, protium, deuterium, tritium would occupy various positions in Mendeleev's periodic table. അതായത് അറ്റോമിക് മാസിൻ്റെ ബേസിലായ ഇദ്ദേഹം അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഡ്രോബാക്ക് വന്നു. ഡിഫറെൻ്റ് ഐസോടോപ്പിനെ വരെ കൺസിഡർ ചെയ്യേണ്ടി വന്നു ഒരു അറേഞ്ച്മെൻറ്റിനകത്ത്. അപ്പോൾ അത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡ്രോബാക്ക് ആയിരുന്നു. പിന്നെ പറയാനുള്ളത് അനോമലസ് പൊസിഷനിങ് ഓഫ് ഫ്യൂ എലമെൻറ്റ്സ്. ചില എലമെൻറ്റുകൾ ഇദ്ദേഹം പൊസിഷൻ ചെയ്തപ്പം അതിനകത്ത് ചില മിസ്റ്റേക്കുകൾ വന്നു. അതായത് ആ എലമെൻറ്റുകൾ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ഉള്ള എലമെൻറ്റ്സിനെയൊക്കെ ഒരു ഗ്രൂപ്പിൽ ഇദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വന്ന ഒരു ഡ്രോബാക്കാണ്. എന്താണ് അതിന് എക്സാമ്പിൾ? ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് വുഡ് ബി പ്ലേസ്മെൻറ്റ് ഓഫ് കൊബാൾട്ട്. അറ്റോമിക് മാസ് 58.9 അറ്റോമിക് മാസുള്ള കൊബാൾട്ടിനെ നിക്കലിന് മുമ്പ് വെച്ചു. മനസ്സിലായോ? കൊബാൾട്ടിനെ നിക്കലിന് മുമ്പ് വെച്ചു. അതായത് കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 58.9 പക്ഷേ നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 58.7. അപ്പോൾ ഇതിന് മുമ്പ് ഓർഡറിൽ വെച്ചതിനകത്ത് തന്നെ ഇത് രണ്ടും പ്ലേസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ചില ചെറിയ കൺഫ്യൂഷനുകളും ചെറിയ കാര്യങ്ങളും ചില എലമെൻസിൻ്റെ പൊസിഷനും ഒക്കെ ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ ലിമിറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഇങ്ങനെയുള്ള ചില ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നത് ലാസ്റ്റ് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വരുമ്പോഴാണ്. ഹെൻറി മോസ്ലി 1913 ഇംഗ്ലീഷ് ഫിസിസ്റ്റായ 1913 ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിയെയാണ്. 1913 ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും അറ്റോമിക് മാസിൻ്റെ ബേസിലായിരുന്നു എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. അറ്റോമിക് മാസ് പിന്നീട് ഏറ്റവും പുതിയ സയൻസ് വളരെ അഡ്വാൻസ്ഡ് ആകുന്ന സമയത്ത് കുറേ എക്സ്പീരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്തപ്പോൾ മനസ്സിലായി അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പറാണ് ഒരു എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ തീരുമാനിക്കുന്നത്. അറ്റോമിക് നമ്പറാണ് ഒരു എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ തീരുമാനിക്കുന്നത് എന്ന കണ്ടുപിടുത്തം വന്നപ്പോൾ ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിൻ്റെ ബേസിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തു. ആ അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ആയിട്ട് വരുന്നത്. അദ്ദേഹം കണ്ടക്റ്റഡ് എക്സ്പീരിമെൻറ്റ് സ്റ്റഡീഡ് വേവ് ലെങ്ത് ഓഫ് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽസ് ആസ് കാഥോഡ്. അതായത് പല എലമെൻറ്റുകളെ വെച്ച് ആ എലമെൻസിന് അതിൽ നിന്ന് എക്സ്റേ എമിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല എക്സ്പീരിമെൻറ്റുകളും അദ്ദേഹം കണ്ടക്ട് ചെയ്തു. ഫൈനലി അദ്ദേഹം അറ്റോമിക് നമ്പറാണ് മോർ സ്യൂട്ടബിൾ ഫോർ അറേഞ്ച്മെൻറ്റ് എന്നുള്ള ഒരു നിഗമനത്തിൽ വന്നു. അങ്ങനെ അറ്റോമിക് നമ്പറിൻ്റെ ബേസിൽ ഇദ്ദേഹം അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്നത്. നേരത്തെ നമ്മൾ മെൻഡലീവിൻ്റെ കാര്യം പറഞ്ഞപ്പം മോഡേൺ പീരിയോഡിക് ലോ, നേരത്തെ പീരിയോഡിക് ലോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി. എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ എന്ന് വേണം പറയാൻ. അവിടെ കഴിഞ്ഞതിനകത്ത് നോർമൽ പീരിയോഡിക് ലോയ്ക്കകത്ത് പറഞ്ഞത് അറ്റോമിക് മാസ് എന്നാണ്. ഇവിടെ പറയുന്നത് അറ്റോമിക് നമ്പറാണ് ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയുടെ പീരിയോഡിക് ഫങ്ഷൻ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ മോസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇങ്ങനെ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പലയിടത്തും ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിൾ പല കളേഴ്സിൽ 118 എലമെൻസിനെയും 118ാമത്തെ എലമെൻറ്റ് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഓർഗാനസൻ. ഇവിടെയാണ് ഇരിക്കുന്നത് ഓർഗാനസൻ. ഹൈഡ്രജനിൽ തുടങ്ങി
ഹൈഡ്രജൻ, ഒന്നാമത്തെ എലമെൻ്റായ ഹൈഡ്രജനിൽ തുടങ്ങി 118ാമത്തെ എലമെൻ്റായ ഓർഗാനസിൽ വന്ന് നിൽക്കുന്ന ഇത്രയും എലമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ എലമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. ഇതിനകത്ത് എലമെൻസിനെ അറേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് പഠിക്കണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം, ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ പഠിക്കണം. എന്നിട്ട് ഇതിനകത്ത് ഗ്രൂപ്പുകൾ, 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഒക്കെ ഉണ്ട്. ആ പീരീഡ്സിനകത്ത് എലമെൻസിനെ അറേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് പഠിക്കണം. അതിനകത്ത് ഓരോ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടീസ്, ഒരു ഗ്രൂപ്പ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് 18ാമത്തെ ഗ്രൂപ്പിൽ ഇതിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, ഇങ്ങനൊരു രീതിയിലാണ് നമുക്കിനി പഠിക്കാൻ ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് RRB NTPCയുടെ പെയ്ഡ് കോഴ്സിൽ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദിശ അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഈ ക്ലാസ്, ഇപ്പോൾ കണ്ട ക്ലാസ് യൂസ്ഫുൾ ആണ്, കുറേയും കൂടെ ബെറ്റർ ആയിട്ട് കൂടുതൽ ക്ലാസ്സസ് കിട്ടി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സിന് എൻറോൾ ചെയ്യാം. ഇല്ലാത്തവർക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ കുറച്ച് ക്ലാസ്സസ് നമ്മൾ തരുന്നതായിരിക്കും. പക്ഷേ എപ്പോഴും പറയട്ടെ, നമ്മൾ ഈ ക്ലാസ്സസ് ഇതിനകത്ത് റെഗുലറായിട്ട് തരും. അങ്ങനെ ഫോളോ ചെയ്യാൻ, അതായത് ക്ലാസ്സസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് യൂട്യൂബിൽ നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സസ് കൊടുക്കുന്നത്. കുറേ ആൾക്കാർക്കെങ്കിലും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിക്കാം. അങ്ങനെ മാത്രമാണ് നമ്മൾ കോഴ്സിനെ പറ്റി ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയുടെ താഴെ അറിയിക്കുക. ക്ലാസ്സസ് യൂസ്ഫുൾ ആയി, അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നേ നല്ലതാണ് എന്നുള്ള കൺസിഡറേഷൻസ് ഉണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ അവരോട് ഷെയർ ചെയ്യുക, അവർക്ക് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക്